ലൈവിനകത്ത് ഇപ്പോ ഷാനവാസ്, നൂറ, അതേപോലെ തന്നെ ഷൈത്തി ഇവരൊക്കെ തമ്മിൽ ഒരു ഡിസ്കഷൻ ആയിരുന്നു. ഷാനവാസ് പറയുന്നു ഇവിടെ സാബുമാൻ അനുമോള് തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോ സാബുമാൻ കുറവാണ് കിട്ടിയത് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ അനീഷ് പറഞ്ഞു സാബുമാൻ കൂടുതൽ കിട്ടിയെന്ന്. അനീഷ് മാത്രമേ അന്നപ്പോ പറഞ്ഞുള്ളൂ കൂടുതൽ കിട്ടിയെന്ന്. അപ്പൊ ഓരോ കാര്യത്തിലും അവൻ അനുമോളുടെ പക്ഷത്ത് നിന്നു. അവൾ എന്ത് തെറ്റ് ചെയ്താലും അവളെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിന്നു. ആ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചില്ല. അപ്പൊ ഷൈത്തി പറയുന്നു അനുമോളുടെ കൂടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അവളുടെ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. ഇപ്പോ ആദില ഉണ്ടായിരുന്നു, ആദിലയും നൂറയും ഇതിനെ ശരിവെക്കുന്നു. ഷാനവാസ് പറയുന്നു ആ ചെക്കനെ ഇട്ട് വട്ട് കളിപ്പിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഉടനെ ഷൈത്തി വെക്കുന്നു ആര്, പ്രവീണിനെയോ? ഷാനവാസ് അല്ല അനീഷിനെ. പ്രവീണിനെ വട്ട് കറക്കിയോ എന്നുള്ള രീതിയിൽ സർപ്രൈസ്ഡ് ആയിട്ട് ഷാനവാസ് ചോദിക്കുന്നു. പിന്നെ ഇതിനു മുമ്പ് ഷാനവാസ് പറയുന്നുണ്ട് അനുമോൾ അനീഷിനെ കുരങ്ങ് കളിപ്പിച്ചു എന്നുള്ളൊരു കാര്യം. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഷാനവാസ് സംസാരിക്കുന്നുണ്ട്. ഓരോ കാര്യത്തിലും അനുമോളുടെ അപ്രോച്ച് ആ രീതിയിലുള്ളതായിരുന്നു. വെറുതെ ഒരു കോംബോ ഉണ്ടാവാൻ വേണ്ടി കുരങ്ങ് കളിപ്പിച്ചു എന്നുള്ള രീതിയിൽ തന്നെ ഷാനവാസ് സംസാരിക്കുന്നുണ്ട്. അപ്പോഴും അനീഷ് ജെന്യുവിൻ ആയിട്ടാണ് നിൽക്കുന്നതെന്ന് ഷാനവാസിന് അറിയാം കേട്ടോ. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഒരാലോചനയും ഇല്ലാതെ എടുത്തടിച്ച് വിവാഹാഭ്യർത്ഥന നടത്തുന്ന ഒരാളല്ല അനീഷ്. 25-26 വയസ്സുള്ള ഒരു പയ്യനൊന്നും അല്ല. കാസ്റ്റോ ഒന്നും നോക്കാതെ ഇങ്ങനെ ചോദിക്കാനായിട്ട് അവൻ അങ്ങനെ ഉള്ള ഒരാളൊന്നും അല്ലാന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഇവരുടെ അടുത്ത്. 40 വയസ്സായ ഒരു വ്യക്തിയാണ്, ഒരു തവണ ഡിവോഴ്സ് ആയവനാണ്. അപ്പൊ ഒരു ഫാമിലി തുടങ്ങുമ്പോൾ വീണ്ടും വീണ്ടും ആലോചിക്കും. അപ്പൊ 100 തവണ ആലോചിച്ചിട്ടല്ലേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കത്തുള്ളൂ എന്ന് ഷാനവാസ് ഇവരുടെ അടുത്ത് ചോദിക്കുന്നു. ഇതിലിപ്പോ അനുമോളുടെ ഭാഗത്ത് നിന്ന് വന്ന കാര്യങ്ങളോട് യോജിക്കാൻ പറ്റില്ല എന്ന് ഷാനവാസ് തറപ്പിച്ച് പറയുന്നുണ്ട്. ഷൈത്തി ഇതിനകത്ത് ആകെ ഒരു ശങ്കയിലാണ് കേട്ടോ. ഷൈത്തിക്ക് ഇത് ഗെയിമാണോ ഡ്രാമയാണോ റിയൽ ആണോ എന്താണ്, ആരാണ് റിയൽ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഷൈത്തി ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. നൂറ ഇതിനകത്ത് ഷൈത്തിയുടെ പോലെ തന്നെ ഒരു നിലപാടിൽ ഇപ്പൊ നിൽക്കുകയാണ്. അനുമോളുമായിട്ട് വീണ്ടും പ്രശ്നമായി ആദിലയും നൂറയും. അവർ അനുമോളുടെ പക്ഷത്ത് നിന്നു, പിന്നെ ചാടി, വീണ്ടും പ്രശ്നമായി. അങ്ങനെ ആ രീതിയിൽ നിൽക്കുകയാണ് ആദിലയും നൂറയും. ഷാനവാസിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഷാനവാസ് ഇപ്പൊ പറയുന്നുണ്ടല്ലോ അനീഷ് വളരെ ജെന്യുവൻ ആയിട്ടാണ് വിവാഹാഭ്യർത്ഥന നടത്തിയത് എന്നുള്ളത്. ഇത് തന്നെയാണ് എനിക്ക് ഷാനവാസിനോട് പറയാനുള്ളത്. ഇത്രയും ദിവസത്തെ നിങ്ങളുടെ ഒരു സൗഹൃദം എടുത്തു വെച്ച് നിങ്ങൾ കാണണം. നിങ്ങൾ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഷാനവാസിനെ ഒരു രീതിയിലുള്ള കുറ്റങ്ങളും അനീഷ് മാറിയിരുന്ന് പറഞ്ഞിട്ടില്ല. ആരുടെയും അടുത്ത് ഷാനവാസിനെ പറ്റി ഒരു വാക്കുപോലും ദുഷിച്ച് സംസാരിച്ചിട്ടില്ല. അനീഷ് എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന് ഷാനവാസ് വരുത്തി തീർക്കാൻ ശ്രമിച്ചല്ലോ. ഒരു തെറ്റുകളും ചെയ്യാതെ ക്ലീൻ സ്ലേറ്റോടെയാണ്, മൈൻഡ് ഗെയിം കളിച്ചാണ് അനീഷ് ഇവിടം വരെ എത്തിയത്. അതില് ആരെയും ദുഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സ്ട്രെയിറ്റ് ഓൺ ദ ഫേസ് ആണ് ഷാനവാസിനെ അനീഷ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളതും കാര്യങ്ങളും എല്ലാം. ഷാനവാസിനെതിരെ അനീഷ് കളിച്ച ഗെയിം എല്ലാം പച്ചയ്ക്കായിരുന്നു, മുഖത്ത് നോക്കിയായിരുന്നു, അല്ലാതെ മാറി നിന്നൊന്നും ചെയ്തിട്ടില്ല. അത് ഷാനവാസ് പുറത്തിറങ്ങുമ്പോൾ ഷാനവാസിന് മനസ്സിലാക്കിക്കോളും. അതേപോലെ തന്നെയാണ് അനുമോളുടെ കേസും. അനുമോളോട് ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു ആ മനുഷ്യന്. പക്ഷെ അത് ഗെയിം ആക്കിയത്, അതിലേക്ക് ഗെയിമും ഡ്രാമയും കൊണ്ടുവന്നത് അനുമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോ അനുമോളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഷാനവാസ് മനസ്സിലാക്കണം, സ്വന്തം കേസിലും ഇത് തന്നെയായിരുന്നു. അനീഷിന് വളരെ ആത്മാർത്ഥമായ ഒരു ബോണ്ടിങ് ആയിരുന്നു ഷാനവാസുമായിട്ട് എന്നുള്ളത്. അത് മനസ്സിലാക്കാൻ ഷാനവാസിന് ഇനി 5-6 ദിവസം കൂടിയേ താമസമുള്ളൂ. അത് വൈകാതെ തന്നെ ഷാനവാസിന് മനസ്സിലാവും. അത് ഓരോ എപ്പിസോഡ് ഷാനവാസ് എടുത്തു വെച്ച് നോക്കി കാണുവാണെങ്കിൽ ഒന്നിൽ പോലും നേരിട്ടല്ലാതെ ഒരു കളി അനീഷ് കളിച്ചിട്ടില്ല എന്നുള്ളത് എങ്ങനെയാണ് ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? അത് ആരവിടെ ചെന്ന് പറഞ്ഞു കൊടുത്താൽ പോലും ഷാനവാസ് വിശ്വസിക്കത്തില്ല. അത്രയും അൺബിലീവബിൾ ആയ ഒരു ഗെയിമാണ് അനീഷ് കളിച്ച് വന്നത്. അതവിടെ ആർക്കും പ്രോസസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ മുൻഷിരിഞ്ഞത്തൊക്കെ കളി പഠിപ്പിക്കാനായിട്ട് പുറകെ നടക്കുന്നത്. ആർക്കും അങ്ങ് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് കുറ്റം പറയാതെ, തെറി പറയാതെ ഒരാൾക്ക് ഇങ്ങനെ ഇത്രയും ദിവസം നിൽക്കാനായിട്ട് പറ്റുന്നത്? ഒരാളെയും ദുഷിക്കാതെ എങ്ങനെയാണ് നിൽക്കാൻ പറ്റുന്നത്? ബാക്ക് ബൈറ്റ് ചെയ്യാതെ, ബാക്ക് സ്റ്റാബ് ചെയ്യാതെ എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും അത്ഭുതം. ഇതൊക്കെ ഓരോ അത്ഭുതങ്ങളാണ്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും. എന്നാലും ലൈവിൽ ഇതൊക്കെയാണ്. ലൈവ് വൻ ബോറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഉള്ളത് പറയാം. നല്ല ബോറായിക്കൊണ്ടിരിക്കുകയാണ്. റീ എൻട്രി ഒന്നും സുഖമില്ല എന്ന് വേണം പറയാനായിട്ട്. ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങോട്ട് ഏഷ്യുന്നില്ല ഒന്നും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.